സോഷ്യൽ മീഡിയയിൽ ഇപ്പം എൻ്റെ എല്ലാ ഫേസസും ചിലപ്പോൾ എല്ലാവരും ഒരിക്കലും കാണില്ലായിരിക്കാം. Definitely there is this other side. The best portions of your life. എല്ലാത്ത മരങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം കയറിയിട്ടുണ്ട്, പക്ഷെ തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസമായിട്ട്. And you know, I was a rebel child, you know, like അപ്പോ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവരെ in the process, you know, when പ്രൊഡക്ഷൻ വിട്ട് ഇങ്ങോട്ട് ബാ. Oh, really? Let's act. Yes, come on. അതായത് ഒരു പോയിന്റില് ലൈക്ക് അമ്മയ്ക്ക് എന്നെ മനസ്സിലാവില്ല എന്നൊക്കെ ഉള്ള സ്പേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പാരന്റ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വേറെയാണല്ലോ. ഞാൻ ആദ്യം ഇങ്ങനെ സജിനോട് ചോദിച്ചായിരുന്നു, ഓ ഇറ്റ് ഈസ് റിമ, കാരണം റിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി 22 ഫീമെയിൽ ഫ്രം കോട്ടയം. എനിക്കത് ഭയങ്കര ഇഷ്ടം. എനിക്ക് റിമ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ മേ ബി നോ, ബട്ട് ഡെഫിനറ്റീവായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ടാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് റിമയുടെ അത്രയും നോളജ് മൂവിയെ പറ്റി ഇല്ല. ഞങ്ങൾ വളരെ പക്ഷെ ഞാനും 15 വർഷമായല്ലോ, നിങ്ങൾ 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ ലോകയ്ക്ക് പിന്നിൽ ഒരു വേഫെയർ പ്രൊഡക്ഷൻ ഹൗസ്, ഹൗ ദേ സ്റ്റാൻഡ് ബിഹൈൻഡ് എ പ്രൊജക്ട് ലൈക്ക് ദാറ്റ്, അത് ആ ട്രസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ വേ ഫോർവേഡ് ഫോർ സിനിമ, സ്പെഷ്യലി ഫോർ വിമൻ. ബിക്കോസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഡിയൻസിന് ഒരു പ്രശ്നമല്ല ആര് ലീഡ് ചെയ്യുന്നു, എത്ര സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എന്നുള്ളത്. ഓഡിയൻസിന് നല്ല സിനിമയാണ് വേണ്ടത്. ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് സിനിമ ഈസ് നോട്ട് ആൻ ഈസി ബിസിനസ്. ഇറ്റ് ഈസ് നോട്ട്. ഓ നല്ല പട്ടിപ്പണിയാ ശരിക്കും. there are times when I'm like ഞാൻ ഇപ്പോഴും ഇത്തിരി പണിയെടുക്കണോ എന്നൊക്കെ തോന്നാറുണ്ട്. ബട്ട് I also like it. നമസ്കാരം. മീഡിയോനോടൊപ്പം റിമ ആൻഡ് അഞ്ജന, വെൽക്കം. തിയേറ്റർ ആണ് ഇപ്പോഴത്തെ വിഷയം. തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. സിനിമ കണ്ടു ഞാൻ. ഇന്റർവ്യൂവിന് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് കണക്റ്റായി. ഒരു അമ്മ മകൾ, അവർ വരുന്നു ഒരു ആരും ഇല്ലാത്തൊരു ലോകത്ത്, ദേ ആർ സ്റ്റാൻഡിങ് ഫോർ ഈച്ച് അതർ. ആൻഡ് എല്ലാത്തിനും വാട്ട് എവർ ലൈക്ക് പുറത്തൊരു ലോകത്ത് ആരെങ്കിലും ചെയ്യേണ്ടതെല്ലാം മകൾക്ക് അമ്മയും അമ്മയ്ക്ക് മകളും ചെയ്യുന്നു. അതാണ് ശരിക്കും റീമേക്ക് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഹൗ വാസ് ദറ്റ് ഫീലിംഗ് ഓഫ് ദിസ് മദർ ഡോട്ടർ റിലേഷൻഷിപ്പ്? ഭയങ്കര ടച്ചസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ. ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. ആൻഡ് മോസ്റ്റ് ഓഫ് ദെം ആർ വെരി പേഴ്സണൽ ഓൾസോ. അതിലൊന്ന് ഡെഫിനറ്റീവ് ആയിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഏജിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അമ്മയായിട്ട് തല്ലൂടി വാശി പിടിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ഇമോഷൻസും ഡയറക്റ്റ്ലി കാണിക്കാൻ പറ്റുന്ന, അതായത് ഒരു രീതിയിലും അവർക്ക് നമ്മളെ വെറുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നുറപ്പുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എടുക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്പേസ്, അത് കഴിഞ്ഞ് വളർന്നൊരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മളെന്നും അതിൻ്റെ ബാക്കിയാണെന്നും ഒക്കെ മനസ്സിലാവുന്ന, അവരെ ഒരു അമ്മ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീയായും ഒരു ഇൻഡിവിജ്വലുമായും ഒക്കെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു ഏജാണല്ലോ ഇൻ ലൈഫ് ഓൾസോ. സോ and you know I was a rebel child, you know, like അപ്പോൾ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവരെ in the process, you know, when growing up I have been very എന്താ പറയുക immature. ഞാൻ എന്താ പറയുക അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്കതൊക്കെ തിരിച്ചറിയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണല്ലോ. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന at the end നമ്മൾ വന്ന് അടിയുന്നതും അവിടെ തന്നെയാണ്. അത് ഇതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് സരസമ്മയായിട്ട് ഉള്ള ആ ബോണ്ട് വാസ് വെരി വെരി എസെൻഷ്യൽ ഫോർ മീ ഇൻ ദിസ് ഫിലിം. വെൻ വി വർ അവരായതിൻ്റെ ഒരു വളരെ വലിയ ഗുണം എനിക്കുണ്ടായിട്ടുണ്ട്. വെൻ വി വർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. എൻ്റെ അമ്മമ്മയുടെ, അതായത് എൻ്റെ അമ്മയുടെ ചായ ഉണ്ട് കുറച്ച് ശരിക്കും. അതെ, എനിക്ക് തോന്നുന്നു അമ്മ കുറച്ചും കൂടെ ഒന്ന് ഇനോ സരസമ്മയുടെ പ്രായമാകുമ്പോൾ അതുപോലെ ഇരിക്കുന്നു തോന്നുന്നു എനിക്ക് ചില സമയത്ത്. എൻ്റെ അമ്മമ്മയുടെ ഒക്കെ ഒരു ചായ ഉണ്ട് ശരിക്കും. ആൻഡ്
അതിലത്തെ ക്യാരക്ടർ പോലെ തന്നെയാണ്. ഷീസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ് ഹു ഹാസ് ബിൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ സം 60 years. അപ്പോൾ എന്നെ ശരിക്കും അവരുടെ ഒരു തലമുറക്കാരി ഇന്നത്തെ കാലത്ത് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഭയങ്കര കെയറിങ് ആയിട്ടാണ് നമ്മളോട് ഇടപഴകുന്നതും നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് അഡ്വൈസ് തരുന്നതും. ഷീസ് sincerely worried about me from her journey, you know. അതെല്ലാം ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇപ്പോൾ അതിൽ അമ്മ അവളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന ഒരു ധൈര്യവും ഒരു കാംനെസ്സും ഉണ്ടല്ലോ, അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പോയിന്റിൽ ലൈക്ക് അമ്മയ്ക്ക് എന്നെ മനസ്സിലാവില്ല എന്നൊക്കെ ഉള്ള സ്പേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വേറെയാണല്ലോ. സോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സും റിബലിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ എൻ്റെ പാരൻസിൻ്റെ ഒരു ബിലീഫും ട്രസ്റ്റും ഉള്ളതിൻ്റെ വലിയ ഗുണമുണ്ട് എനിക്ക് ലൈഫിൽ. അപ്പൊ അതും ഇതിൽ കാണുമെന്ന് തോന്നുന്നു എനിക്ക്. യുനോ ഹൗ ഷീ ട്രസ്റ്റ് ഹെർ ഡോട്ടർ with her actions and how she stands by her in spite of how traditional she is in her belief system. അതിൻ്റെ ഒക്കെ മറികടന്ന് മകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു ലേണിംഗ് അൺലേണിംഗ് രണ്ടുപേർക്കും സംഭവിക്കാറുണ്ട്. ലൈക്ക് രണ്ടുപേരും ഇവർക്കൊരു ശരിയുണ്ട് എനിക്കൊരു ശരിയുണ്ട്, അതിനൊരു മിഡ് പോയിന്റ് കണ്ടുപിടിക്കാണല്ലോ. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഗോ ത്രൂ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. അപ്പം ആസ് എ ക്യാരക്ടർ റീമയ്ക്ക് അങ്ങനെ കണക്ട് ആയിട്ടുണ്ടാവും. ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ലൈക്ക് ലേഡി, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തന്നെ ഈ ഒരു കഥയുടെ കോറിലേക്ക് കണക്ട് ആയത് അവിടെ തന്നെയാണോ? ഇത് നമുക്ക് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഞാൻ അഞ്ജന, അദ്ദേഹം ഫിലിപ്പ്. അപ്പം ഇതിനകത്ത് ഇതൊരു ഫൈൻ പാക്കേജ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മൂവി കിട്ടിയത്. സോ ഇതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ്, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ ആ സബ്ജക്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് കുറച്ചുകൂടെ പറഞ്ഞാൽ പ്രിസൈസ്ലി എനിക്കാണ് ഈ ഒരു സബ്ജക്റ്റിനോട് എപ്പോഴും ഒരു ഇമോഷണൽ കണക്ഷൻ. ഇത് ചെയ്യണം, നമുക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ഇത് വന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ മൂവി ഞങ്ങൾ എടുത്തത്. What was your biggest takeaway from this? Or a takeaway from this? See, so far we are very happy. And നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം we have a lot of എന്താ പറയുന്നത് moments for the happiness and all. So that is the biggest takeaway for us, and we are really looking forward into that big release. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു ചട്ടക്കൂട് ഉണ്ടാകുന്നുണ്ട്. We need particular elements in a movie so that we can celebrate it. അത് മോസ്റ്റ്ലി ഒരു പെർട്ടിക്കുലർ നീഷ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ കാമാണ് തിയേറ്റർ. ഇറ്റ് ഹാസ് എ ഫ്ലോ ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ഫ്ലോട്ടിങ്. ഇത്തരം ഒരു സിനിമയിലെ ഇപ്പം ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ എല്ലാം ബബിളിൻ്റെ ഇടയിലേക്ക് വരുമ്പം അതിലൊരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ടോ? ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ ടെൻഷനുണ്ട്, ഇല്ലാണ്ടില്ല. ഞാനിവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ആ ടെൻഷനുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു മൂവിക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ടീം വിശ്വസിക്കുന്നു. സോ ഇതൊരു ടീം വർക്കാണല്ലോ. അപ്പം ഇതിനകത്ത് ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പേഴ്സണലി ഒരുപാട് ഹാപ്പിനെസ് തോന്നി. ബിക്കോസ് ഐ ഫീൽ സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. സോ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. What is your take, Rima? See, this is a very interesting space for me with respect to the producers of this film. എന്താ വെച്ചാൽ നമ്മളൊരു മൂവി ചെയ്തതിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് ഇൻസിസ്റ്റ് ചെയ്യാണ്, ലെറ്റ് us go for a theatrical release. നമുക്കത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം, ഞങ്ങൾക്ക് ഈ പടം it has worked for us and we want to put our weight behind it എന്ന് അവർ വിശ്വസിക്കുന്ന ആ പോയിന്റ് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ടീം, ഇറ്റ്സ് എ ഹൈ പോയിന്റ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. അത് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ ലോകയ്ക്ക് പിന്നിൽ ഒരു വേഫെയർ പ്രൊഡക്ഷൻ ഹൗസ്, ഹൗ ദേ സ്റ്റാൻഡ് ബിഹൈൻഡ് എ പ്രൊജക്ട് ലൈക്ക് ദാറ്റ്, അത് ആ ട്രസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ വേ ഫോർവേഡ് for cinema, especially for women.
ബിക്കോസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഡിയൻസിന് ഒരു പ്രശ്നമല്ല ആര് ലീഡ് ചെയ്യുന്നു, എത്ര സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എന്നുള്ളത്. ഓഡിയൻസിന് നല്ല സിനിമയാണ് വേണ്ടത്. അപ്പം നല്ല സിനിമയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല ക്രാഫ്റ്റും നല്ല പ്രൊഡക്ഷൻ ഡിസൈനും നല്ല കാസ്റ്റിങ്ങും നല്ല രീതിയിൽ സമാധാനമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് എ പ്രൊഡ്യൂസർ ഹൂസ് ട്രസ്റ്റ് ഇൻ ദാറ്റ് പ്രോസസ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ വേ ഫോർവേഡിൽ പീപ്പിൾ ലൈക്ക് ഹെർ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് ദെം ആർ വെരി ഇമ്പോർട്ടൻറ്റ്. And that is the future I see. That is the trust we want to earn, within the industry. നമ്മളൊരു ഫീമെയിൽ ലെഡ് മൂവി ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് എന്നൊക്കെ പറയുന്ന ഈ ആ ടെർമിനോളജി ഈസ് whatever it is what it is. അതായിട്ട് പോകുമ്പോൾ ഇതൊരു ഫീമെയിൽ ലെഡ് മൂവി ആയതുകൊണ്ടാണ് പ്രൈമറിലി ഓക്കെ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറയുന്നത്. ആ പോയിന്റിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിലും അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു ഇത്ര സെൻറ്റേഴ്സിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള it is a business. At the end of the day you need money for everything. അപ്പോൾ when it comes to women, ഇത്ര പേ മതി, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് മതി, ഇത്ര മാർക്കറ്റിംഗ് മതി, എല്ലാം ഈ സൈഡിൽ കുറവാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്ര കാലമായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് ലോകം സംഭവിക്കുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് തിയേറ്റർ പോലത്തെ ഒരു സിനിമയെ അഞ്ജന ബാക്ക് ചെയ്യുന്നത്, which is huge. Which is this trust, this is what we have been asking for. So it's a very good space to be in, it's a very good space to be in. അതിനെ ഒരു വലിയ രീതിയിൽ മലയാള സിനിമ ഇപ്പൊ ടാക്കിൾ ചെയ്യുന്നത്. there are like കുറെ കൂടെ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ മാം തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സിനിമ കംപ്ലീറ്റ്ലി ഷോൾഡർ ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു സ്പേസ് ഈവൻ പ്രൊഡക്ഷൻ സൈഡിലെ ബിഹൈൻഡ് ദ ക്യാമറ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് മാറുന്നുണ്ടോ? മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വാട്ട് ഈസ് യുവർ ടേക്ക്? See, from the producer's perspective, ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് സിനിമ is not an easy business. Okay? It is not. It is not. So ഞങ്ങൾ ഫുൾ ടൈം ഒരു പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പം നമുക്ക് വേറെ ബിസിനസ് ഉണ്ട്. സോ നമ്മളുടെ സിനിമയോടുള്ള ആ ഒരു പാഷൻ, ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് സിനിമ ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നല്ല കഥകളുടെ പുറകിൽ തന്നെ ആയിരുന്നു. നല്ല കഥകൾ കിട്ടണം. ആക്ച്വലി നമുക്ക് എവ്രി ഡേ ഓരോ കോൾസ് കിട്ടുന്നുണ്ട്, മാം ഇങ്ങനത്തെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ്. സോ നമ്മൾ നല്ലൊരു കഥയുടെയും നല്ലൊരു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ഡയറക്ടറിനെ നല്ലൊരു ടീമിനെയും കിട്ടുന്നത്. സോ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു ദ ഓൺലി തിങ് ഈസ് യു ഷുഡ് ബി ഡെസ്പറേറ്റ്, യു ഷുഡ് ബി ലിറ്റിൽ ബിറ്റ് ഡിറ്റർമിൻഡ് ഫോർ യുവർ ഗോൾസ്. Yeah, it's not an easy business. Just from producer side മാത്രമല്ല, എല്ലാതെയും it is a highly competitive space to be in. ആൻഡ് ഈ പറയുന്ന പോലെ ഓരോ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് സ്ത്രീകളും പല സ്പേസസ് എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസ് എ മെയിൽ ബാസ്റ്റിൻ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ആൻഡ് അത് ക്ലാസ്, ജെൻഡർ, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഡെഫിനറ്റീവായിട്ട് സിനിമയുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരു ഡിജിറ്റൽ എറയിൽ അത് മാറുന്നുണ്ട്. പക്ഷെ എനിക്ക് റിമയുടെ അത്രയും നോളജ് മൂവിയെ പറ്റി ഇല്ല. ഞങ്ങൾ വളരെ പക്ഷെ ഞാനും 15 വർഷമായല്ലോ. നിങ്ങൾ 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോർ ദ ബിസിനസ് ഒക്കെ ഇപ്പം നമ്മൾ ബിസിനസ് രീതി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗെറ്റ് റിട്ടേൺസ് ഓൾസോ. ദാറ്റ് വിൽ മേക്ക് us happy, that will encourage for us to make. Of course. That is how it works. That's a very tricky one. That's a very very tricky situation. So we don't know. നമ്മൾ മീരയിലേക്ക് തിരിച്ചു വരുമ്പം മീര ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം റീമ. ബിക്കോസ് ആളുടെ ഫിസിക്കൽ തുടങ്ങി വാട്ട് ഷി ഡസ്, എങ്ങനെയാണ് ആൾ ജീവിക്കുന്നത്, ആളുടെ അമ്മയുമായിട്ടുള്ള ഈ ഒരു ലിവിങ് സ്പേസിൽ ഉണ്ടാവുന്ന ഒരു റിലേഷൻ, എവറിത്തിങ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം what we see Rima as. That's true. ഞാൻ ആദ്യം ഇങ്ങനെ സജിനോട് ചോദിച്ചായിരുന്നു, ഓ ഇറ്റ് ഈസ് റിമ. കാരണം റിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി 22 ഫീമെയിൽ ഫ്രം കോട്ടയം. എനിക്കത് ഭയങ്കര ഇഷ്ടം. എനിക്ക് റിമ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ റിമ ഈ ഒരു സ്പേസിലോട്ട് വരുമ്പം റിമ ആണോ റിയലി? പക്ഷെ ഞാൻ ആ മൂവിയുടെ കണ്ടപ്പം ദ ഫൈനൽ വേർഷൻ കണ്ടപ്പം ഓ മൈ ഗോഡ്, വാവ്, ഇസ് ഇറ്റ് റിമ? എനിക്ക് പിന്നെ ഈ വേഷത്തിലൊന്നും കാണാൻ മനസ്സ് അനുവദിക്കുന്നില്ല.
I really love how excited she gets for me. ഞാനത് പറയായിരുന്നു. You know, it's a very nice space to be in. Thank you. So, yeah, coming back to Meera, ശരിക്കും എനിക്കത് ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഞാനല്ല. ഓക്കെ, ദിസ് ഇസ് മീര. ഓക്കെ, ഇവര് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ഇത്രയധികം കാര്യങ്ങൾ, അത് എല്ലാ ദിവസവും അത് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ഒറ്റപ്പെട്ട, അതായത് എപ്പോഴും വാച്ച്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്പേസിലാണല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത്. അവിടെ നിന്ന് ക്യാമറകളില്ലാത്ത, വേറെ കണ്ണുകൾ തന്നെ ഇല്ലാത്ത, നമ്മളെ മനുഷ്യരാരും ഇല്ലാത്ത, നമ്മളെ വാച്ച് ചെയ്യാൻ ആരുമില്ല. നമ്മൾ nobody to judge us, nobody to pass comments, nobody. അത് കുറച്ചുകൂടെ ഈസി ആണോ? ആക്ച്വലി ലൊക്കേഷനെ പറ്റിയാണോ? അല്ലടാ, ഇത് ക്യാരക്ടർ വൈസ് ഉണ്ടല്ലോ. ഇപ്പൊ അതില് ശരിക്കും നമ്മൾ അങ്ങനെ അത് പോർട്രേ ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ you will immediately clench up. You know somebody is watching you. അതിനിപ്പോ നമ്മൾ പിന്നുന്ന ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കോൺഷ്യസ് ആവും. ആ കോൺഷ്യസ്നെസ് ഇല്ലാത്ത who are you when nobody is watching you എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. She is changing her clothes openly. Yes, yeah. Like അത്ര പ്രൈവസി, like അവർ കുളിക്കുന്നതും അവർ like you know she knows there is nobody to watch her എന്നുള്ള ആ റിലീസ് ഉണ്ടല്ലോ, ഒട്ടും ക്ലെൻച്ച്ഡ് അല്ലാത്ത, ഒട്ടും ലൈക്ക് അടയാത്ത, ഓപ്പൺ ആയിട്ട് ആ സ്പേസ് ഭയങ്കര രസമായിരുന്നു എനിക്കത് മനസ്സിലെങ്കിലും നല്ല സുഖമുണ്ടായിരുന്നു. അല്ലാതെ റിയാലിറ്റി ശരിക്കും ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണോ? ഓരോ സമയത്തും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ചുറ്റുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നു, ഈവൻ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ കമന്റ് ചെയ്യുന്നു. ഇങ്ങനെ ജീവിക്കുകയാണല്ലോ. ജഡ്ജ് ചെയ്യുന്നേക്കാളും ഇത് വാച്ച്ഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. യു ബീങ് വാച്ച്ഡ്. അത് ജഡ്ജ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ അത് നല്ല രീതിയിലായിരിക്കും. ഒരുപാട് പേര് നല്ല രീതിയിലും ആണല്ലോ നോക്കുന്നത്. ലൈക്ക് കൂടുതൽ പേരും ഓക്കെ ഇവര്, അല്ലെങ്കിൽ വാട്ട് ഇസ് ഷീ വെയറിങ്, it could be good also, but even then you're watched എന്നുള്ള ഫീലിംഗ് ഉണ്ടല്ലോ. That is the worst thing. It somehow creeps upon you എന്ന് എനിക്ക് തോന്നുന്നു. You know, to just exist like അങ്ങനെ, അതുകൊണ്ടാണല്ലോ നമ്മൾ റിമയുടെ മുന്നേ ഉള്ള പോസ്റ്റുകളിലൊക്കെ താഴെ വലിയ രീതിയിൽ ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്നു, ഹേർട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സമയം പോകെ ലൈക്ക് ഞാൻ റിമയുടെ പോസ്റ്റ് ആണ് ഫസ്റ്റ് ഐ ഗോ ടു ദ കമന്റ്സ്. കുറച്ച് കഴിയുമ്പോൾ പീപ്പിൾ ആർ ആക്ച്വലി അഡ്മയറിങ്. അവിടെ ഹെയ്റ്റ് ഉണ്ടാവില്ല. മേ ബി അവര് സഹികെട്ടതായിരിക്കും, കാര്യമില്ല പറഞ്ഞിട്ടൊന്നും മനസ്സിലായിട്ടായിരിക്കും. പക്ഷെ ഇപ്പൊ അതിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നില്ലേ? ആ മാറ്റം എന്ന് പറയുന്നത് ഒന്ന് ഇത്, രണ്ടാമത്തത് ഇഫ് അറ്റ് ഓൾ ദർ ഇസ് സംതിങ്, ഞാൻ അത് കൗണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് there is this whole group of people who understand me, who will come and speak on my behalf. I am like wow, അത് കൊള്ളാലോ എന്നുള്ള അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് ഐ ഫീൽ യു കാണ്ട് സി, ഞാൻ എന്നും ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ട് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളൂ. ഞാൻ ഒരു സമയത്തും വറീഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് യു നോ, യെസ് ദർ ആർ അറ്റാക്സ്, യെസ് ഐ വാസ് ഹേർട്ട്, യെസ് ഐ വാസ് ഐസൊലേറ്റഡ്, യെസ് ഐ വാസ് സിംഗിൾഡ് ഔട്ട്. ആൻഡ് അതൊക്കെ ഉണ്ടപ്പോഴും എനിക്ക് there are no regrets. For you know, and there is no changing what I did. I did what I did, and that is who I am. There is no other way I can exist. That is the easiest thing for me, to just be myself. Allengil I have to put up this whole fakes, you know, personality and character to get work, to you know to appease people, or അതെനിക്ക് പണിയാ, അത്രയും പണിയെടുക്കണ്ട എനിക്ക്. This is more easy. This is easier for me. Story about, do you remember that story? Which one? Oh, like you know, the perfectionism demands.
എനിക്ക് അങ്ങനെ I don't think we are perfect as human beings, you know, like, you know, But sometimes ഞാൻ pretend ചെയ്യാറുണ്ട്. Seriously. yeah, I know see അങ്ങനെ നമ്മൾ ഹേർട്ട് ചെയ്യാതെ ആൾക്കാരെ ഹേർട്ട് ചെയ്യണ്ട അല്ലെങ്കിൽ It's a simple life, you know, try to be free. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലെ sometimes, you know, ഞാൻ pretend ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റും, but I am not like that. ആക്ച്വലി അങ്ങനെയല്ലാന്ന് അല്ലല്ലോ. യു ആർ worried inside. പക്ഷെ അത് നമ്മളെല്ലാരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്രിറ്റൻഡ് ചെയ്യാറുണ്ടെന്നൊക്കെ. റിയാലിറ്റി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ആൻഡ് മേ ബി ഐ വുഡൻ ഷോ ഓൾ മൈ ഫെസറ്റ്സ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് എ മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എൻ്റെ എല്ലാ ഫേസസും ചിലപ്പോൾ എല്ലാവരും ഒരിക്കലും കാണില്ലായിരിക്കാം. Definitely there is this other side. The best portions of your life. ഈ സിനിമയിലേക്ക് വരുമ്പം ലൈക്ക് ഇയാളുടെ ലൈഫെല്ലാം കാണുമ്പം ബട്ട് ഐ കുറച്ചുകൂടി കണക്റ്റഡ് ആയത് ഇസ് ദറ്റ് റൂം ഓഫ് വൺ സൗണ്ട്, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് വി ഹാവ് അവർ സ്പേസ് എന്നുള്ളത്. അത് എത്രത്തോളം ഇപ്പൊ മീരയ്ക്ക് അത് ഒരു പക്ഷെ സാധിക്കുന്നത് അവരുടെ നിസ്സഹായത കൊണ്ടാണ്. ബട്ട് നമ്മുടെ സ്ത്രീകൾക്ക് അത് ആക്ച്വലി ഇല്ലല്ലോ, എസ്പെഷ്യലി സെലിബ്രിറ്റി ലൈഫിൽ വരുമ്പം അത് കംപ്ലീറ്റ്ലി ഗോഡ് എന്നുള്ള ഫീൽ ഉണ്ട്. റീമയ്ക്ക് അങ്ങനെയാണോ, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു തിയേറ്ററൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാൻസിലൂടെ ഒക്കെ ഒരു പരിധി വരെ അത് റീമയ്ക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തോന്നിയിട്ടുണ്ട്. ഉണ്ട്, ഞാനത് എന്നും അന്വേഷിച്ച് പോയിട്ടുമുണ്ട്. അതെൻ്റെ ഒരു ഇറ്റ് ഈസ് എ നീഡ് ഫോർ മീ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് നെഗോഷ്യബിൾ. ഇതിൽ കോംപ്രമൈസ് ഇല്ല. അതെനിക്ക് പണ്ട് തൊട്ടിട്ടേ അതുണ്ട്, എൻ്റെതായ സ്പേസ്. അത് ലൈക്ക് ഐ സെഡ്, അതിന് എനിക്കൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട വരുന്നില്ല. അത് എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതും. എനിക്ക് സംഹൗ വളരെ ഭാഗ്യം കൊണ്ട് എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരും, അതിനിപ്പോൾ ഞാനത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ദേ ലെറ്റ് മീ ബി, ദേ ഗിവ് മീ മൈ സ്പേസ്, ദേ അണ്ടർസ്റ്റാൻഡ് that this is the best way you can help her എന്ന് അവര് എപ്പോഴും എനിക്ക് ആ സ്പേസ് തന്നിട്ടുണ്ട്. Starting from my parents to my partner to my friends, I'm quite blessed with people like that in my life. We are also jealous of that. Rima is able to do this and ഭയങ്കര jealous feel ചെയ്യാറുണ്ട്. And I wish that for everybody. I really wish that for every woman who's seeking it, who wants it, because I think it's necessary for our growth as a human being. You know, our നമ്മുടെ soul nourish ചെയ്യാൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Like ഒരു producer, like it's very rare to talk with a female producer. That is why I'm excited to talk. Okay. Thank you, you're excited. Of course, Malayalam cinema is dominated with men. ആൻഡ് ഒരു സെറ്റിൽ തന്നെ പലപ്പോഴും there will be സിംഗിൾ വുമൺ എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമയത്താണ് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത്, അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. ഓഫ് കോഴ്സ് അതൊരു ചലഞ്ച് തന്നെ ആയിരിക്കുമല്ലോ. യു ഹാവ് ടു കോർഡിനേറ്റ് സോ മെനി പീപ്പിൾ, യു ഹാവ് ടു കോർഡിനേറ്റ് ദ ഹോൾ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ. Was it challenging? It is challenging, and ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. സോ ഹി ഈസ് വെരി സപ്പോർട്ടീവ്. അപ്പം പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, യു ഗോ ആൻഡ് സിറ്റ് ദെയർ ഓൺ ബിഹാഫ് ഓഫ് us, you know, on behalf of Anjana Talkies. That's a big thing, you know. So we don't need that empowerment. എല്ലാ സ്ത്രീകൾക്കും empowerment വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, but because we have to inspire ourselves. But sometimes kind of support like this is too much, you know, because you know sometimes we want this. That's the thing. അപ്പം ആ രീതിയിൽ ഇറ്റ്സ് എ ടീം വർക്ക്. അപ്പം നമ്മളിത് കോർഡിനേറ്റ് ചെയ്യാനും, you know, when we deal with many people in the film industry and a different എന്താ പറയുന്നത് സെക്ടറിലുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പം വി ഫീൽ നല്ല സ്ട്രെസ്ഡ് ആവും. ആൻഡ് ഓൾസോ ഐ ഹാവ് എ ഫാമിലി, ലൈക്ക് യു നോ, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചെറിയ പിള്ളേരുണ്ട്. സോ ഇതെല്ലാം കൂടെ വരുമ്പം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്ട്രെസ്ഫുൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ജോബ് വൈസ് ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പം കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓൾസോ വി ആർ ഗെറ്റിംഗ്. ലൈക്ക് എവറി കരിയർ, എവറി ചലഞ്ചസ് ആർ ദെയർ, റൈറ്റ്? അതേപോലെ റീമയുടെ ആണെങ്കിലും ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ട് വരുന്നുണ്ട്, ഡാൻസറാണ്, പല ഏരിയകളിലേക്ക് ഓൺട്രപ്രണർഷിപ്പിൽ വരുന്നുണ്ട്. ഹൗ ഡു യു മാനേജ് ദിസ്? എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ അതിലൊരു ബാലൻസ് കണ്ടുപിടിക്കേണ്ടത് നല്ല പട്ടിപ്പണിയാ ശരിക്കും. There are times when I'm like, ഞാൻ ഈ
ഇപ്പോഴും ഇത്തിരി പണിയെടുക്കണോ എന്നെനിക്ക് തോന്നാറുണ്ട്. ബട്ട് ഐ ഓൾസോ ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് ഇപ്പോൾ ഒരു മൂവി ഇറങ്ങി അതിൻ്റെ ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മളൊരു വർക്ക് ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു റഷ് ഉണ്ടല്ലോ. അതിപ്പോൾ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന റഷ്, നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഒരു ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ എന്നുള്ള ആ ജേർണി അതുപോലും ലൈക്ക് ജസ്റ്റ് കംപ്ലീറ്റിംഗ് എ മൂവി ഷൂട്ട്, ഫൊഗെറ്റ് ദി റെസ്റ്റ്, അതുപോലും ആ ടീം വർക്കിൻ്റെ മനുഷ്യർ ഒരുമിച്ച് വന്നുണ്ടാവുന്ന മാജിക്കിൻ്റെ അതിൻ്റെ ഹൈ ആലോചിക്കുമ്പോൾ നമുക്കിത് കുഴപ്പമില്ലാന്ന് തോന്നും. അങ്ങനെ ആ ഒരു ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടേം തിയേറ്റർ തന്നെ is very like highly connected with you. How much relief you get from this term theater? നാടകം ഒരു സിനിമ തിയേറ്റർ, ഞാനിപ്പോ കുറച്ച് നേരത്തെയും കൂടെ പറയായിരുന്നു, ലൈക്ക് ഞാനിപ്പോ ഇടയിൽ നീലവെളിച്ചം കഴിഞ്ഞിട്ടാണെങ്കിലും ഐ ഡിഡ് ബാക്ക് സ്റ്റേജ് ഫോർ ദി OTT പ്ലാറ്റ്ഫോം. ഐ ഡിഡ് ലലാന സോങ് ഫോർ അങ്ങനെ കുറച്ച് ലൈക്ക് ഐ ഡിഡ് ഷോർട്ട് ഫോർമാറ്റ്. ഐ ഹാവ് റീസെൻ്റ്ലി ഡൺ ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ഒരു ആൽബം പോലത്തെ ഒരു സംഭവം ചെയ്തു ഞാൻ വിത്ത് എ വെരി ന്യൂ ടീം ഓഫ് ആക്ടർ ആൻഡ് പ്രൊഡക്ഷൻ ടീം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ഷൂട്ടും ഒന്നുമില്ലാതെ തന്നെ നവരസ സാധന, ഐ ഡിഡ് ആദിശക്തി, ലൈക്ക് ഐ ഡു ലോട്ട് ഓഫ് ആക്ടർ ട്രെയിനിങ് ഇൻ ബിറ്റ്വീൻ ദിസ് even when I'm not acting or doing anything, to keep myself satisfied, to keep learning, to understand if there is like what more. So I think as a performer, it is adu abhinayam na maatralla, like in every way as an artist, I think I just love bringing aesthetics and beauty and art into everything I do, like from the way I dress to the way I live to the way I love the way I keep my home, everything. എല്ലാത്തിലും അതിൻ്റെതായ ഒരു ക്യാരക്ടർ ഉണ്ടാവണം, എൻ്റെ ഒരു മാർക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഐ ഫൈൻഡ് എ ഹൈ ഫ്രം ദാറ്റ്. വളരെ കുറച്ച് മാത്രം ലൈക്ക് ആളുകളിലേക്ക് മൂവീസ് സംബന്ധിച്ചിടത്തോളം നീഷ് ഓഡിയൻസ് മാത്രമല്ല. പക്ഷെ അതിലെ ക്യാരക്ടർ ലൈക്ക് യുവൻ പാർവതി രണ്ടുപേരും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു. ലൈക്ക് ഇറ്റ്സ് ഫ്രം ലൈക്ക് ആ സ്റ്റോറി ടെല്ലിംഗ് തന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടറിന്റെ മെത്തേഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഫ്രം ദിസ്. Megha is mad like that. She's it's very interesting to get into her mind space because നമ്മളൊന്നും വിചാരിക്കാത്തൊരു സ്പേസിലേക്ക് കൊണ്ടുപോകും നമ്മളെ. അപ്പൊ എനിക്ക് അങ്ങനത്തെ റൈഡ്സ് ഇഷ്ടമാണ്. ലൈക്ക് നമ്മൾ ഇതുവരെ പോവാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു സ്പേസിലേക്ക് ഒരു ഡയറക്ടറിനോ അല്ലെങ്കിൽ ഒരു റൈറ്റർക്കോ നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ജേർണി ഭയങ്കര നമുക്ക് പുതിയതാണ് ആൻഡ് വേറൊരാളുടെ വിഷനിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര രസമാണ്. യെസ്, ഐ ലവ് മൈ ജോബ് ടു. പ്രൊഡക്ഷൻ വെട്ടി ഇങ്ങോട്ട് ബാ. Oh, really? Let's act. Yes, come on. അടുത്തത് വിളിക്കുന്നതായിരിക്കും. It's a fantastic job, isn't it? Yes, of course. അത് ഞാൻ ആദ്യം പറഞ്ഞു. I'm jealous of her. Yes, it's fascinating, അല്ലേ? അതുകൊണ്ടാണ് എല്ലാവർക്കും ആക്ടർ ആവണം, എല്ലാവർക്കും ആ ഒരു ഡ്വെൽ ലൈഫും നമ്മളല്ലാതെ റിയാലിറ്റിന്ന് കട്ട് ഓഫ് ചെയ്ത് വേറൊരു സ്പേസ്, അത് എന്നിട്ടൊരു സിൽവർ സ്ക്രീൻ, that magnification നമ്മൾ കാണുന്നു. It's so magical. Sometimes in movies there acts like ഒരു spokesperson for us, for ourselves. അപ്പം എനിക്ക് പറയാനുള്ള ഇപ്പം തിയേറ്റർ തന്നെ അതിനകത്തുള്ള പല കാര്യങ്ങളും അതിനകത്തെ അമ്മയ്ക്ക് മോളെ പറ്റിയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹെർ എവറിത്തിങ്. you saw the movie, I don't want to be a spoiler, but still ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടല്ലോ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് റൈറ്റ് ഓഡിയൻസിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ആ ഒരു ഇപ്പൊ ഉള്ളൊരു പ്രശ്നമാണല്ലോ. You should have some empathy. അതാണ് എനിക്ക് തോന്നി ഈ മൂവി കൂടെ നമുക്ക് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ്. Have some empathy. എനിക്കൊരു ക്യൂരിയോസിറ്റി ചോദിക്കാം, തെങ്ങ് കയറാൻ ശരിക്കും പഠിച്ചിട്ടാണോ? തെങ്ങ് കയറാൻ പഠിച്ചു, ബിക്കോസ് അതിൻ്റെ ഒരു താളം മനസ്സിലാക്കാനും ഇത് കാണുമ്പോൾ ആളുകൾക്ക് ഓക്കെ ഇവരെല്ലാ ദിവസം ചെയ്യുന്ന ഒരു പണിയാണിത് ഇവര് എന്ന് തോന്നാനും ഉള്ള അതിൻ്റെ ട്രെയിനിങ് നമ്മൾ എടുത്തായിരുന്നു. When we had a harness also, obviously,
പക്ഷെ ഈ പറയുന്ന പോലെ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മൾ അല്ലാത്ത മരങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം കയറിയിട്ടുണ്ട്, പക്ഷെ തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസമായിട്ട്. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈലൈറ്റ് ആ പോസ്റ്റേഴ്സ് ഒക്കെ എന്റെ ഹസ്ബൻഡ് പറയുമ്പോ ആ ഒരു പോസ്റ്റർ റിമ തെങ്ങ് കയറുന്ന. It's very good. And you practice some martial arts or something? Yeah. That is what Sajin said. Sajinodu ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു because ഇതിനകത്ത് തെങ്ങ് കയറ്റം ആര് ചെയ്യും. റിമയുടെ ലൈഫിൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ലൈക്ക് അതിൽ ഭയങ്കര ജലസാന്ന് പറഞ്ഞു. അതേസമയം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ട്. ലൈക്ക് ഹൗ യു ഫൈറ്റ് ലൈക്ക് അതിപ്പം ഇപ്പൊ പല ഇൻഡസ്ട്രികളിൽ നിന്നായിട്ട് ദേ ആർ റെക്കഗ്നൈസിങ് ഇറ്റ്. ദേ ആർ സേയിങ് ലൈക്ക് വാട്ട് WCC ഹാസ് ഡൺ ഇൻ മലയാള സിനിമ ഇസ് going to be a history. അത് പലരും റെക്കഗ്നൈസ് ചെയ്തു വരെയാണ്. അതിൻ്റെ പുറകിൽ ഒരുപാട് ഒരു നീണ്ട കാലത്ത് നിങ്ങളുടെ ഒരു കൂട്ടം സ്ത്രീകളുടെ യത്നമുണ്ട്. ആ ഫൈറ്റ് ഒരു പക്ഷേ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ അതിന് കറേജ് എടുക്കാനുള്ള പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് നൗ ബീങ് റെക്കഗ്നൈസ്ഡ് എന്നുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്. ഹൗ ഇസ് ദാറ്റ് ഫീലിംഗ്? It feels good. I think the time when I was hurt or felt like nobody understood me, അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ആ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് നമ്മൾ പറയാണ് ഐ ഫെൽറ്റ് ദിസ്, ഐ ഫെൽറ്റ് റോങ്, ഐ വോണ്ട് ഫെയർനെസ്, ഐ വോണ്ട് ജസ്റ്റിസ്. ടുഡേ ഐ ഫീൽ ഹേർഡ്, ഐ ഫീൽ എ ചേഞ്ച്, ഐ ഫീൽ വി ആർ മൂവിങ് ഇൻ ടു എ ബെറ്റർ സ്പേസ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ മേ ബി നോ, ബട്ട് ഡെഫിനറ്റീവായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ടാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. ഐ ക്യാൻ സീ ഇറ്റ്, ഐ ക്യാൻ സീ ദ ചേഞ്ച്, ഐ ക്യാൻ ഫീൽ ഇറ്റ്, ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്, ആൻഡ് I'm in such a better space. There was a time when I really felt alone and attacked, but I think after a point you are like, okay, nobody's coming, get up. എന്ന് നമ്മൾ തന്നെ എഴുന്നേറ്റ് നടക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ I had the privilege, I had the support system, and I think I'm glad I used all of it. ഇതേ സമയം തന്നെ ആളുകൾ ഭയങ്കരമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നില്ലേ വാട്ട് എവർ യു ആർ ഡൂയിങ്. ഇപ്പൊ എസ്പെഷ്യലി സിനിമയുടെ കാര്യം തന്നെ വരുന്ന സമയത്ത് ഡയറക്ടർ ഡിഡ് അനദർ മൂവി കോൾഡ് ബിരിയാണി. അതിൽ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇസ്ലാമോഫോബിക് കണ്ടന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, ആൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് വൈ റിമ ഈസ് ടേക്കിംഗ് ദിസ് മൂവി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അതേസമയം ദിസ് ഈസ് വിന്നിങ് അവാർഡ്സ്, വിന്നിങ് ഹാർട്ട്സ്. ലൈക്ക് ഈ ഒരു കോൺട്രഡിക്ടറി ഉണ്ട്, ഈ സ്ക്രൂട്ടനൈസിങ് ഉണ്ട്. അതിനെ കുറിച്ചുകൂടെ? I think scrutiny is part of you being a public personality, right? And also cinema being such a strong medium. This can influence people's minds. So obviously ഈ ആർട്ട് എന്തിന് യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ സ്ക്രൂട്ടിനി എന്നും ഉണ്ടാവും. ബിക്കോസ് നമ്മളും നാഷണൽ അവാർഡ്സ് വരുമ്പോൾ നമ്മളും സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇന്ന പടങ്ങൾ അവാർഡ് കിട്ടി, എന്തുകൊണ്ട് ഉർവശി ചേച്ചി പറഞ്ഞ പോലെ മെയിൻ ക്യാരക്ടർ ആർട്ടിസ്റ്റും ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്താണ്? ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കപ്പെടണം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് വിൽ ബ്രിങ് അബൌട്ട് ചേഞ്ച്. ദാറ്റ് സ്ക്രൂട്ടനി നീഡ്സ് ടു ബി ദർ. ഇറ്റ് കീപ്സ് us in check. We also think twice before doing things. At least we will find a reasoning for it. ആ റീസണിങ് കണ്ടുപിടിക്കാനെങ്കിലും there is thought and energy being put into it, which is always going to take us one step further than എനിക്ക് തോന്നുന്നത്. So I would welcome it. Okay. So theatre is about to go to theatre. In theaters. So all the best. And of course ഞാൻ അതിൽ ബെസ്റ്റ് പറയേണ്ട കാര്യമില്ല because it's already winning awards and വലിയ വലിയ സ്റ്റേജുകളിൽ അത് എത്തുന്നുണ്ട്. So ഇതൊരു വലിയ സ്പേസ് ആയിട്ട് മാറട്ടെ for a better future. Thank you so much. Thank you so much for staying.